നമസ്കാരം. എറണാകുളം അങ്കമാലിയിൽ 21-കാരിയായ ജിനിയ ജോസിന്റെ ആത്മഹത്യയ്ക്ക് പിന്നിൽ സുഹൃത്തിന്റെ കടുത്ത മാനസിക പീഡനമാണെന്ന് ആരോപണമായി കുടുംബം രംഗത്ത്. സംഭവത്തിൽ വിശദമായ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ജിനിയയുടെ കുടുംബം പോലീസിൽ പരാതി നൽകി. അതേസമയം പ്രാഥമിക അന്വേഷണത്തിൽ യുവാവിനെതിരെ തെളിവുകൾ ലഭിച്ചിട്ടില്ല എന്നാണ് പോലീസ് പറയുന്നത്. ചെറിയ കാര്യങ്ങൾക്ക് പോലും തന്നെ സംശയിക്കുന്ന സുഹൃത്തിനെ കുറിച്ച് ജിനിയ തന്റെ കൂട്ടുകാരിക്ക് ഇൻസ്റ്റാഗ്രാമിൽ അയച്ച ശബ്ദ സന്ദേശമാണ് ഇപ്പോൾ പുറത്തുവന്നത്. ഈ ഓഡിയോ സന്ദേശത്തിൽ ജിനിയയുടെ മാനസിക സമ്മർദ്ദം വ്യക്തമാണ്. ഒരു കോള് പോലും ബിസിയാകുവാൻ പാടില്ല. ബിസി ആയാൽ താൻ കാമുകനെ വിളിക്കുകയാണെന്ന് പറയും. എനിക്ക് മടുത്തടി, കിടന്നുറങ്ങുന്നതാണ് ഞാൻ. അതിന്റെ ബാക്കിൽ ഒരു മനുഷ്യൻ പോലെ കാണുന്നു എന്നാണ് പറയുന്നത്. അത് ശരിക്കും ഒരു മനുഷ്യനെ പോലെ തോന്നിക്കണോടി. ഈവൻ വന്ന ശേഷം എന്റെ ലൈഫിൽ ഒറ്റ ഫ്രണ്ട്സ് ഇല്ല, ഗേൾസ് പോലും ഇല്ല എന്നായിരുന്നു ജിനിയയുടെ വാക്കുകൾ. സുഹൃത്തുമായുള്ള ബന്ധം തനിക്ക് എത്രമാത്രം ഭാരമായിരുന്നുവെന്നാണ് ഇതിൽ വെളിപ്പെടുന്നത്. അടുത്ത കൂട്ടുകാരുമായി ഫോണിൽ സംസാരിക്കുന്നത് പോലും സുഹൃത്ത് വിലക്കിയിരുന്നുവെന്നും ജിനിയ ഈ സന്ദേശത്തിൽ പറയുന്നുണ്ട്. അങ്കമാലിയിലെ സ്വകാര്യ ലാബിൽ ടെക്നീഷ്യയായിരുന്ന ജിനിയ ജോസ് എന്ന 21-കാരിയെ ഈ മാസം 7-ാം തീയതിയാണ് വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ചാലക്കുടി സ്വദേശിയായ സുഹൃത്തിൽ നിന്ന് മാനസിക പീഡനത്തിന് പുറമെ ജിനിയയ്ക്ക് ശാരീരിക ആക്രമണവും നേരിടേണ്ടി വന്നിട്ടുണ്ടെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. ജിനിയ ജോലി ചെയ്യുന്ന ലാബിൽ ചെന്നുപോലും സുഹൃത്ത് മർദ്ദിച്ചിട്ടുണ്ട് എന്ന കാര്യം കുടുംബം അറിഞ്ഞത് ജിനിയയുടെ മരണത്തിന് ശേഷം മാത്രമാണ്. രാവിലെ സന്തോഷത്തോടെയാണ് മകൾ വീട്ടിൽ നിന്നും ജോലിക്ക് പോയതെന്നും വല്ലവരുടെയും മർദ്ദനം വാങ്ങി എന്റെ കുഞ്ഞിന് മരിക്കേണ്ടി വന്നുവെന്നുമാണ് ജിനിയയുടെ അമ്മ പറയുന്നത്. മോളെ ആരാണ് തല്ലിയത്, എന്തിനാണ് പ്രശ്നം ഉണ്ടാക്കിയതെന്ന് അറിയണം. അതിനാണ് പോലീസിൽ പരാതി നൽകിയതെന്നാണ് ജിനിയയുടെ പിതാവ് ജോസ് പ്രതികരിച്ചത്. എന്റെ മോൾ ആരെയും ചീത്ത പറയുകയോ വഴക്കുണ്ടാക്കുകയോ ചെയ്യുന്ന ആളല്ല. പിന്നെ എന്തുകൊണ്ടാണ് ജോലി ചെയ്യുന്ന സ്ഥലത്ത് ചെന്ന് ഒരാൾ ആക്രമിച്ചതെന്ന് അറിയണമെന്നും പിതാവ് പറയുന്നു. ആരോപണ വിധേയനായ യുവാവും ജിനിയയും തമ്മിൽ അടുപ്പത്തിലായിരുന്നുവെന്ന് അങ്കമാലി പോലീസും സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്നാൽ ജിനിയയുടെ കുടുംബം ആരോപിക്കുന്നത് പോലുള്ള മാനസിക പീഡനം യുവാവിൽ നിന്ന് നേരിട്ടോ എന്ന കാര്യത്തിൽ കൂടുതൽ അന്വേഷണം ആവശ്യമാണെന്ന നിലപാടിലാണ് പോലീസ്. ജിനിയ ആത്മഹത്യ ചെയ്യുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് ആരോപണ വിധേയനായ യുവാവും ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നുവെന്ന വിവരവും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. കുടുംബത്തിന്റെ പരാതിയുടെ പശ്ചാത്തലത്തിൽ അന്വേഷണം ഊർജിതമാക്കിയതായി പോലീസ് അറിയിച്ചു. സത്യസന്ധമായ ഒരു പ്രണയബന്ധം തകർന്നതോ വ്യക്തിപരമായ തർക്കങ്ങളോ എപ്പോഴും കുറ്റകരമാകണമെന്നില്ല. പക്ഷേ ജിനിയ ജോസിന്റെ കുടുംബം ആരോപിക്കുന്നത് പോലെ മാനസികമായ പീഡനം, ഭീഷണിപ്പെടുത്തൽ അല്ലെങ്കിൽ ആത്മഹത്യാ പ്രേരണ എന്നിവ തെളിയിക്കപ്പെട്ടാൽ അത് കഠിനമായ ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പുകളാണ്. ഇന്നത്തെ കാലത്ത് ഇത്തരം കേസുകളിൽ ഏറ്റവും നിർണായകമാകുന്നത് ഡിജിറ്റൽ തെളിവുകളാണ്. യുവാവ് ജിനിയെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടോ, മോശമായി സംസാരിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ മാനസികമായി തളർത്തുന്ന രീതിയിലുള്ള സന്ദേശങ്ങൾ അയച്ചിട്ടുണ്ടോ എന്ന് ഇതിലൂടെ തന്നെ മനസ്സിലാക്കാം. ഫോൺ കോളുകളിലൂടെയുള്ള ഭീഷണികളോ പീഡനങ്ങളോ ഉണ്ടെങ്കിൽ അത് പ്രധാന തെളിവാണ്. കൂടാതെ ഗൂഗിൾ ടൈം ലൈൻ ലൊക്കേഷൻ, മരിക്കുന്നതിന് തൊട്ടടുത്ത ദിവസങ്ങളിൽ ഇവർ എവിടെയെങ്കിലും പോയോ, കൂടിക്കാഴ്ചകൾ നടന്നോ എന്നറിയാനൊക്കെ ഇത് സഹായകരമാകും. യുവാവിന്റെ ഭാഗത്ത് നിന്ന് ബോധപൂർവമായ പ്രകോപനം ഉണ്ടായോ എന്ന് തെളിയിക്കണം. മരിച്ചോളൂ എന്ന രീതിയിലുള്ള സംസാരമോ മരണത്തിലേക്ക് നയിക്കുന്ന തരത്തിലുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കലോ ഒക്കെ ഇതിൽ വരും. ജിനിയ തന്റെ സുഹൃത്തുക്കളോടോ വീട്ടുകാരോടോ യുവാവിന്റെ പീഡനത്തെക്കുറിച്ച് നേരത്തെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ മൊഴികളൊക്കെ വിലപ്പെട്ടതാണ്. മരിക്കുന്നതിന് മുൻപായി ജിനിയ എന്തെങ്കിലും കുറിപ്പുകൾ പങ്കുവച്ചിട്ടുണ്ടെങ്കിൽ അതും നിർണായകമാണ്. പോലീസ് പ്രാഥമികമായി തെളിവില്ലെന്ന് പറയുമ്പോഴും ഡിലീറ്റ് ചെയ്ത ചാറ്റുകളും മെസ്സേജുകളും ഒക്കെ വീണ്ടെടുക്കാൻ സൈബർ സെല്ലിന് സാധിക്കും. ഇതിനായി കുടുംബത്തിന് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെയോ അല്ലെങ്കിൽ പരാതി നൽകി പ്രത്യേക അന്വേഷണ സംഘത്തെ ഒക്കെ ആവശ്യപ്പെടാവുന്നതാണ്. ടോക്സിക് റിലേഷൻഷിപ്പ് ആണെന്ന് അറിഞ്ഞിട്ടും പലരും അത്തരം ബന്ധങ്ങളൊക്കെ തുടർന്നു കൊണ്ടുപോകാറുണ്ട്. ഇത്തരം പ്രണയം കാരണം അന്ധരാവുകയും മറ്റു പല സത്യങ്ങളും തിരിച്ചറിയാതെ പോവുകയും ഒക്കെയാണ് പതിവ്. ഇത്തരം ബന്ധങ്ങൾ അവരുടെ മാനസികാരോഗ്യത്തെ എങ്ങനെ ബാധിക്കുന്നുവെന്ന് അവർ ചിന്തിക്കുന്നില്ല. മാത്രമല്ല ഇത്തരം പ്രണയബന്ധം തുടർന്നു കൊണ്ടുപോകാൻ അവർ എന്തും ചെയ്യുകയും ചെയ്യും. പ്രണയിച്ചിരുന്ന വ്യക്തിയെ ഉപേക്ഷിക്കുക എന്നത് ഏറെ ദുഷ്കരമാണ്. പക്ഷേ അതിലും ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഈ ഒരു ടോക്സിക് ബന്ധം തുടർന്നു കൊണ്ടുപോകുന്നത്.